ചേതൻ ഭഗത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? ചേതൻ ഭഗത്തിനെ പറ്റി ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഴുത്തുകാരിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആളുടെ രീതിയിലാണ്. ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളിൽ ഒരാളെന്ന രീതിയിലാണ് ചേതൻ ഭഗത്തിനെ പറ്റി പറയുന്നത്. നമ്മൾ അദ്ദേഹത്തിന്റെ 5 പോയിന്റ് സംവൺ വാട്ട് നോട്ട് ടു ഡു അറ്റ് IIT എന്ന് പറയുന്ന പുസ്തകം, അല്ലെങ്കിൽ റവല്യൂഷൻ 2020 ലവ്, കറപ്ഷൻ, അംബീഷൻ എന്ന് പറയുന്ന പുസ്തകം, 2 സ്റ്റേറ്റ്സ് ദി സ്റ്റോറി ഓഫ് മൈ മാരേജ് എന്ന് പറയുന്ന പുസ്തകം, അങ്ങനെ ആ രീതിയിലുള്ള ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരാൾ പോലും ഈ ചേതൻ ഭഗത്തിനെ അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഗുജറാത്ത് അഹമ്മദാബാദ് IIM നിന്നാണ് അദ്ദേഹം ഒരു ബിരുദം നേടേണ്ടായിട്ടുള്ളത്. പിന്നീട് അദ്ദേഹം ഡൽഹി IIT നിന്നും ബിരുദം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ മാനേജ്മെന്റിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിലും ഒക്കെ ബിരുദം നേടിയ ഒരാൾ പിന്നീട് മാറുന്നത് എഴുത്തുകാരനായിട്ടാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരുടെ കരിയറിലൊക്കെ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ അരവിന്ദ് കെജ്രിവാളിനെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, അരവിന്ദ് കെജ്രിവാളിനെ അറിയാത്തവരായി ആരും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അദ്ദേഹം ഡൽഹിയിലെ മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഖരഗ്പൂര് IIT നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയിട്ടുള്ളത്. അങ്ങനെ ടാറ്റ സ്റ്റീലിന്റെ കമ്പനിയിൽ അദ്ദേഹം ജോലിക്കാരനായി പ്രവേശിക്കുന്നുണ്ട്. പിന്നീട് ആ ജോലി രാജിവെച്ചുകൊണ്ട് അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ സിവിൽ സർവീസ് നേടുന്നു. ഇന്ത്യയിലെ റവന്യൂ ഉദ്യോഗസ്ഥനായിട്ട് ജോലിക്ക് വരുന്നുണ്ട്. പിന്നീട് ആ റവന്യൂ ഉദ്യോഗം പോലും അദ്ദേഹം രാജിവെച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാവുന്നത്, ആം ആദ്മി പാർട്ടിയുടെ നേതാവാവുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ കരിയറിൽ ഇങ്ങനെയുള്ള മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, വിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആസ്പിരൻസ് പല ആളുകളും പുതിയ കരിയറിനെ പറ്റി അല്ലെങ്കിൽ പുതിയ കോഴ്സ് ചേരേണ്ടതിനെ പറ്റി, 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഏത് കോഴ്സിന് പോയി ചേരണം, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സിന് പോയി ചേരണം, ഇങ്ങനെയുള്ള കുറെ ആശങ്കയിലും ഉത്കണ്ഠയിലും ഒക്കെ ആയിരിക്കും. അത്തരം ആളുകൾക്ക് ഗുണകരമാവുന്ന രീതിയിലൊരു വർത്തമാനവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പുതിയ കോഴ്സിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ ഒരു കരിയറിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, അല്ലെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ് ആണ്. നമ്മളെ പറ്റി അറിയുക, ഓരോരുത്തരും അവനവനെ പറ്റി അറിയുക എന്നുള്ളതാണ്. പുതിയൊരു കോഴ്സിലേക്ക് പോകുമ്പോഴും പുതിയൊരു കരിയറിനെ തേടി പോകുമ്പോഴും ഒക്കെ നമ്മൾ ആദ്യം നോക്കേണ്ടത് ചുറ്റുപാടിലേക്കല്ല, അവനവനിലേക്കാണ്. അങ്ങനെ അവനവനിലേക്ക് നോക്കുന്ന ആ ഒരു മികവിനെ, കഴിവിനെയാണ് ഒരു പരിധിവരെ നമ്മൾ സെൽഫ് അവയർനെസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സെൽഫ് അവയർനെസ്സിലേക്ക് പോകുമ്പോൾ നമ്മളുടെ സ്വഭാവത്തെ പറ്റി നല്ല ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ പേഴ്സണാലിറ്റി ഏത് രീതിയിലാണ് അതിനെപ്പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ഫിസിക്കിനെ പറ്റി, ശാരീരിക അവസ്ഥയെ പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ഇൻട്രസ്റ്റിനെ പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. നമ്മളുടെ ഏജ് എന്താണ് അതിനെപ്പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. നമ്മളുടെ സെക്സ് എന്താണ് ഇതിനെപ്പറ്റി നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ഇതിനെല്ലാത്തിനേക്കാളും ഉപരി നമുക്കുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റലിജൻസ് എന്താണ് എന്നതാണ്. അപ്പൊ സെൽഫ് അവയർനെസ്സും ഈ കരിയറും കൂടി ചേർത്ത് വെക്കുമ്പോൾ, സെൽഫ് അവയർനെസ്സും നമ്മളുടെ പുതിയ കോഴ്സ് സെലക്ഷനും പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കലുമായി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഇന്റലിജൻസ് ആണ്. നമ്മളുടെ ബുദ്ധി സാമർഥ്യം അല്ലെങ്കിൽ ബുദ്ധിശക്തി അല്ലെങ്കിൽ ബുദ്ധിശേഷി എത്ര കണ്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഇന്റലിജൻസിനെ സംബന്ധിച്ച് മനഃശാസ്ത്രം പല രീതിയിൽ നോക്കിക്കാണുന്നുണ്ട്. ബിന്നറ്റ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഇന്റലിജൻസിനെ പറ്റി, ബുദ്ധിശക്തിയെ പറ്റി പറയുന്നത് ഇതൊരു കപ്പാസിറ്റിയാണ്, എബിലിറ്റിയാണ്. ഒരാളുടെ ബിഹേവിയറിനെ ഡിറക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ നേർവഴിയിലേക്ക്, ശരിയായ വഴിയിലേക്ക് ഡിറക്റ്റ് ചെയ്യാനുള്ള ഒരാളുടെ കപ്പാസിറ്റിയാണ്. എപ്പോ അയാളുടെ ഗോള് തേടിയുള്ള, ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ തന്റെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ, ഡിറക്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ബിന്നറ്റ് ഇന്റലിജൻസ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ പിയാഷെ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ഇതൊരു തരം അഡ്ജസ്റ്റ്മെന്റ് ആണ്. തന്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ തന്റെ എൻവയോൺമെന്റിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താനുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റിനോട് ചേർന്ന് നിൽക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് നടത്താനുള്ള ആ കഴിവ് അല്ലെങ്കിൽ ആ കഴിവ് ആർജിക്കലാണ് ഇന്റലിജൻസ് എന്ന് പിയാഷെ പറയുന്നുണ്ട്.
എന്നാൽ വാഗ്നൻ എന്ന് പറയുന്ന മനഃശാസ്ത്രം പറയുന്നത് ഇതൊരു തരം കപ്പാസിറ്റിയും എബിലിറ്റിയും ഒക്കെ തന്നെയാണ്. എന്തിനു വേണ്ടി? പുതിയ കണ്ടീഷൻസിനോട് അല്ലെങ്കിൽ പുതിയ എൻവയൺമെന്റിനോട്, പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഴിവിനെയാണ് ഇന്റലിജൻസ് എന്ന രീതിയിൽ വാഗ്നൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞേക്കുന്നത്. തത്വത്തിൽ ഇതെല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെയാണ്. പുതിയ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് നിൽക്കുക, അഡാപ്റ്റബിലിറ്റി, പിയാഷെയൊക്കെ പറയുന്നത് അങ്ങനെ. അപ്പൊ ആ രീതിയിലുള്ള നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിനുള്ള കഴിവ്, അഡാപ്റ്റ് ചെയ്യാനുള്ള, പുതിയ സാഹചര്യത്തെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ പുതിയൊരു ഗോളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ പെരുമാറ്റത്തെ ഡിറക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അങ്ങനെയൊക്കെയാണ് ബുദ്ധിശക്തിയെ, ഇന്റലിജൻസിനെ മനഃശാസ്ത്രം നോക്കിക്കാണുന്നത്. അപ്പൊ ഇവിടെ കരിയറിലേക്ക് പോകുന്ന ഒരാൾ, പുതിയ കോഴ്സിലേക്ക് പോകുന്ന ഒരാൾ അവനവനിലേക്ക് നോക്കുമ്പോൾ ഏതൊക്കെ ഇന്റലിജൻസ് ആണ് കാണാൻ വേണ്ടി കഴിയുക? അപ്പൊ മനുഷ്യരെ ആകമാനം പഠിച്ചൊരു മനഃശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹൊവാർഡ് ഗാർഡനർ എന്നാണ്. ഹർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത് ഏതാണ്ട് 9ഓളം ഇന്റലിജൻസ് ഓരോ വ്യക്തിയിലും ഉണ്ടാവും. അതിന്റെ അളവ് ഇങ്ങനെ ഏറിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആദ്യത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള, വിഷ്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റലിജൻസ്. അപ്പൊ ഈ ഇന്റലിജൻസ് ഉള്ള കുട്ടികളും അല്ലെങ്കിൽ ആളുകളും ഒക്കെ ഏതൊക്കെ മേഖലയിലാണ് ഇവർ മികവ് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് മികവ് കാണിക്കുന്ന പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഇപ്പൊ ആർട്ടിസ്റ്റ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ പിക്ചർ ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള, ചിത്രം വരയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ, ഇപ്പൊ രാജാ രവിവർമ്മയെ പോലെ, പിക്കാസോയെ പോലെ, ലിയനാർഡോ ഡാവിഞ്ചിയെ പോലെയുള്ള ആളുകളൊക്കെ, ഈ ശില്പികളായിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു വിഷ്വൽ സ്പേഷ്യൽ സ്കില്ല്, ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകളായിരിക്കും. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സെക്ടറിനോട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ഈ വിഷ്വൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കും ഈ സ്കില്ല് കൂടുതൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പറയും ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർമാരായി വരുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ ഈ സ്കില്ല് വളരെ കൂടുതലായി കാണുന്നതായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ പൈലറ്റ്, അതുപോലെ തന്നെ സർവേയർമാരായിട്ടുള്ള ആളുകൾ, സ്ട്രാറ്റജിക് പ്ലാനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, ഡിസൈനേഴ്സ്, ഇതൊക്കെ ഈ പറയുന്ന വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്ന മേഖലകളും അല്ലെങ്കിൽ അവരുടെ ഏറ്റവും നല്ല പ്രൊഫഷനാണ്. അപ്പോ ഇത്തരം മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഇന്റലിജൻസ് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഹൊവാർഡ് ഗാർഡനർ പറയുന്ന ഇന്റലിജൻസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. ഇതൊരു പരിധിവരെ ഇൻബോൺ ആണ്. അതായത് നമുക്ക് അങ്ങനെ അത്ര കണ്ട് ആർജിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരു പരിധിവരെ അത് ഇൻഹറന്റായും ഇൻബോണായും കിട്ടുന്ന സ്കില്ലാണ്, ഇന്റലിജൻസ് ആണ്. ഈ ആളുകൾ പൊതുവെ നമ്മൾ മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ എഴുത്തുകാർ, അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ലിറിക്സ് തയ്യാറാക്കുന്ന ആളുകളായിട്ട് കാണാം, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസേഴ്സ് ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ വേണ്ടി കഴിയും, മ്യൂസിക് ടീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇവരെ കാണാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ സ്പീച്ച് പാത്തോളജിസ്റ്റ് ഉണ്ട്. ഇപ്പൊ നിഷൊക്കെ പോലെ നടത്തുന്ന ചില കോഴ്സുകളുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ നടത്തുന്ന കോഴ്സുകളിലേക്ക് പോകുന്ന ആളുകൾക്കൊക്കെ ഈ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. മ്യൂസിക് തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ, സൗണ്ട് എഡിറ്റർമാർ, അപ്പൊ ഇവർക്കൊക്കെ, അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയേഴ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഉണ്ടായിരിക്കേണ്ട ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. പൊതുവെ ഇവര് മ്യൂസിക് സ്മാർട്ട് ആയിട്ടുള്ള ആളുകളായിരിക്കും. മൂന്നാമത്തെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. എന്താണ് ഈ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേരിൽ തന്നെയുണ്ട്. ഇവർ പൊതുവെ പീപ്പിൾ സ്മാർട്ട് ആവും. മറ്റുള്ള ആളുകളോട് നന്നായി ഇടപഴകാനും, മറ്റുള്ളവരോട് വർത്തമാനം പറയാനും, മറ്റുള്ളവരുമായി പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ ഇന്റലിജൻസ് ഉള്ള ആളുകളായിരിക്കും ഈ പറയുന്ന ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട മേഖലകൾ എന്നൊക്കെ പറയുന്നത്, ഇവരെ നമുക്ക് ഡിപ്ലോമാറ്റുകളായിട്ട് വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയും, ലീഡർമാരായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയും, മാനേജർമാരായി, പൊളിറ്റീഷ്യൻസ് ആയി, പുരോഹിതന്മാരായി, സോഷ്യൽ വർക്കേഴ്സ് ആയി, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിലെ റിസപ്ഷനിസ്റ്റുകളായി, അല്ലെങ്കിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ആയി, കൗൺസിലർമാരായി, ചൈൽഡ് കോച്ചുകളായി, അല്ലെങ്കിൽ ചൈൽഡ് കെയർ കോച്ചുകളായിട്ടൊക്കെ ഈ പറയുന്ന ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള പീപ്പിൾ സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിയുന്നത്. അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇത്തരം ഇന്റലിജൻസ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നന്നായി വർത്തമാനം പറയുന്ന ആളുകൾക്കൊക്കെയാണ് ഈ പറയുന്ന മേഖലകൾ അവരെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇത് നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട, ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു കോർഡിനേഷനുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് ആണ് ബോഡിലി കിനസ്തെറ്റിക്. പേരിൽ തന്നെയുണ്ട്. ശാരീരിക അവയവങ്ങളെ ഏറ്റവും മനോഹരമായി വിചാരിക്കുന്ന രീതിയിൽ തന്നെ ചലിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ആളുകൾ. ഇപ്പൊ അത്ലറ്റ്സ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡാൻസർമാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആക്ടേഴ്സ്, പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബോഡിലി കിനസ്തെറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും ഫിസിക്കൽ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇവരൊക്കെ ഈ പറയുന്ന ബോഡിലി കിനസ്തെറ്റിക് സ്കില്ലുകൾ, ഇന്റലിജൻസ് കാണിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പൊ ഇവരെ വേണമെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഫാർമേഴ്സ് ആയിട്ടും ക്രാഫ്റ്റ്മാൻ ആയും കാർപ്പൻറ്റേഴ്സ് ആയിട്ടൊക്കെ ഇവരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഈ മേഖലയിലേക്ക് പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് തങ്ങൾക്ക് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്
ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ ഇവരുടെ രീതികളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് തങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനൊക്കെ കഴിയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് വെർബൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ്. ഭാഷാപരമായ നിപുണത അല്ലെങ്കിൽ ഭാഷാപരമായ കഴിവാണ്. അപ്പൊ ഈ കഴിവ്, ഭാഷയെ സമർത്ഥമായി എഴുതാൻ കഴിയുന്ന ആളുകളുണ്ട്, പറയാൻ കഴിയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഭാഷയെ സമർത്ഥമായി ഉപയോഗിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ മേഖലയിൽപ്പെട്ട ആളുകളെ നമുക്ക് എവിടെയൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ടീച്ചേഴ്സായി കാണുന്ന ആളുകൾ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അപ്പൊ ഇവരെയൊക്കെ നമുക്ക് ഈ പറയുന്ന വെർബൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പേർട്ടുകളായി, അല്ലെങ്കിൽ ഇവരെ നമുക്ക് ലാംഗ്വേജ് എക്സ്പേർട്ട് എന്നോ അല്ലെങ്കിൽ വേർഡ് സ്മാർട്ട് എന്നോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഇവരിൽ കുറെ ആളുകൾ എഡിറ്റർമാരായി, പബ്ലിക് സ്പീക്കർമാരായി, അതുപോലെ തന്നെ പുരോഹിതന്മാരായും ഹിസ്റ്റോറിയൻസായും ജേർണലിസ്റ്റായും പോയറ്റായും അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റേഴ്സും ഒക്കെ ആയി നമുക്ക് ഇത്തരം ആളുകളെ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഈ ഒരു ഇന്റലിജൻസ് ഉള്ള ആളുകൾ വെർബൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ് പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് ലോജിക്കൽ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. എന്താണ് ഈ ലോജിക്കൽ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോജിക് സ്മാർട്ട് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ സ്മാർട്ട് ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം ആളുകൾ. അപ്പൊ ഇവരുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവർക്ക് പൊതുവെ ഈ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള IT എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, ഫിനാൻഷ്യൽ അനലിസ്റ്റോ ഫിനാൻഷ്യൽ കൺട്രോളറോ ഫിനാൻഷ്യൽ മാനേജറോ അങ്ങനെയൊക്കെയുള്ള തസ്തികയിലേക്ക് പോകുന്ന ആളുകൾ, എഞ്ചിനീയർമാരായിട്ട് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവേഴ്സ് ആയി നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ പറയുന്ന ലോജിക് മാത്തമെറ്റിക്കൽ സ്മാർട്ട്നെസ് കാണിക്കുന്ന അല്ലെങ്കിൽ ആ ഇന്റലിജൻസ് കാണിക്കുന്ന ആളുകളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. നെറ്റ്വർക്ക് അനലിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ അതിൽ വരുന്ന ആളുകളാണ്. റിസർച്ച് മേഖലയിലൊക്കെ നല്ല എക്സ്പെർട്ടുകളായി നിൽക്കുന്ന ആളുകളൊക്കെ ഈ ലോജിക് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇൻട്രാ പേഴ്സണലാണ്. എന്താണ് ഈ ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് പൊതുവെ ഈ പറയുന്ന സെൽഫ് സ്മാർട്ടുകൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. സെൽഫ് സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കുക, അവനവനെ പറ്റി നന്നായിട്ട് അറിയുക, ഞാൻ എങ്ങനെയാണ്, എൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മറ്റു നേരത്തെ പറഞ്ഞ ഇന്റർപേഴ്സണൽ വിപരീതമായി മറ്റുള്ളവരിലേക്ക് പടർന്നു പോകാൻ കഴിയാതെ അവനവനെ പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ. അപ്പൊ ഈ മേഖലയിൽപ്പെട്ട ആളുകളെ നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്ന മേഖലകൾ എന്നൊക്കെ പറയുന്നത്, ഇവരെ നമുക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി കഴിയും, ഫിലോസഫർമാരായി കാണാൻ വേണ്ടി കഴിയും, എഴുത്തുകാരായി കാണാൻ വേണ്ടി കഴിയും, തിയോളജിയനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ദൈവികമായ പുരോഹിത മേഖലയിലേക്ക് പോകുന്ന ആളുകളായി കാണാൻ വേണ്ടി കഴിയും, കരിയർ കൗൺസിലേഴ്സ് ആയിട്ട് കാണാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ ക്രിമിനോളജിസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ പേഴ്സണൽ കൗൺസിലർമാരായി വരെയും ഈ ഒരു ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇവർ സെൽഫ് സ്മാർട്ട് ആണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, ക്വാളിറ്റി എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്റലിജൻസ് എന്ന് പറയുന്നത് നേച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആണ്. അപ്പൊ ഈ നേച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പ്രകൃതിയോട് താല്പര്യം, മരങ്ങളോട് താല്പര്യം, കിളികളോട് താല്പര്യം, ജന്തുക്കളോട് താല്പര്യം, പാടത്തിനോട്, പുഴയോട്, അങ്ങനെ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ. അപ്പൊ ആ പേരിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി കഴിയൂലേ, ഈ ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ബൊട്ടാണിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, ഗാർഡനേഴ്സ്, ഫാർമേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ നമുക്ക് ഈ മേഖലകളിലേക്ക് പറഞ്ഞേക്കാവുന്നതാണ്. നേച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകളെ ഈ ഒരു മേഖലയിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പൊ ആസ്ട്രോണമേഴ്സ് ആയി, അല്ലെങ്കിൽ കൺസർവേഷനിസ്റ്റ് ആയിട്ട്, ജിയോളജിസ്റ്റ് ആയി, മെറ്റീരിയോളജിസ്റ്റ് ആയിട്ട് നമുക്ക് ഇവരെ പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞേക്കാം. ഫോറസ്റ്റ് റേഞ്ചർമാരായും ഇക്കോളജിസ്റ്റായും ഒക്കെ ഈ ഒരു നേച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആളുകൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. മറ്റൊരു ഇന്റലിജൻസ് എന്ന് പറയുന്നത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ആണ്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഈ പ്രപഞ്ചത്തെ പറ്റി, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒറിജിൻ ഉണ്ടായിട്ടുള്ളത്, ഈ യൂണിവേഴ്സ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്, ഓരോ മനുഷ്യന്റെയും ജനനം എങ്ങനെയാണ്, ഓരോ മനുഷ്യന്റെയും മരണം എങ്ങനെയാണ്, ആ രീതിയിൽ യൂണിവേഴ്സിനെ പറ്റിയുള്ള ചിന്ത അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവത്തെ പറ്റിയുള്ള ചിന്ത, അങ്ങനെയൊക്കെ ഉള്ള ഇന്റലിജൻസ് ഉള്ള ആളുകളാണ് പൊതുവെ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ. അപ്പൊ ഇവരെ നമുക്ക് ഏതൊക്കെ മേഖലയിലാണ് പൊതുവെ കാണാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ഇവരെ കാണാൻ കഴിയുന്ന മേഖലകൾ എന്നൊക്കെ പറയുന്നത്, ഇവരെ നമുക്ക് പൊതുവെ പാസ്റ്റർമാരായി കാണാൻ വേണ്ടി കഴിയും, അതുപോലെ തന്നെ മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടർമാരായി കാണാൻ വേണ്ടി കഴിയും, യോഗ ഇൻസ്ട്രക്ടർമാരായി കാണാൻ വേണ്ടി കഴിയും, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കർമാരായും ചിലപ്പോഴൊക്കെ നമുക്ക് ഫിലോസഫർമാരായി പോലും ഈ ആളുകളെ, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകളെ കാണാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്റലിജൻസ്. ഇനി നമുക്കറിയാം പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇത് ഹവാർഡ് ഗാർഡനർ പറഞ്ഞു വയ്ക്കുന്ന 9 മനുഷ്യന്റെ ഉള്ളിലുള്ള ഇന്റലിജൻസ് ആണ്. അപ്പോൾ ഓരോരുത്തരും അവനവനിലേക്ക് നോക്കുമ്പോൾ ഇതിൽ ഏത് ഇന്റലിജൻസ് ആണ് തനിക്കുള്ളത് എന്ന തിരിച്ചറിവിലായിരിക്കണം തന്റെ പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന കരിയർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ സെലക്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നമ്മളുടെ മേഖലയിൽ നിന്ന് പല മേഖലയിലേക്ക് മാറേണ്ടി വരിക. അരവിന്ദ് കെജ്രിവാളിനെ പോലെയുള്ള ആള് നമുക്കറിയാം
ഗോരഖ്പൂർ IIT നിന്ന് പഠിച്ചു വന്ന ഒരാളാണ്. അദ്ദേഹം പിന്നീട് മാറുന്നത് ഒരു മുഖ്യമന്ത്രിയായിട്ടാണ്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം മാറുന്നുണ്ട്. അല്ലെങ്കിൽ IIM-ലും IIT-ലും പഠിച്ച ചേതൻ ഭഗത്തിനെ പോലെയുള്ള ഒരാൾ പിന്നീട് ഒരു എഴുത്തുകാരനായി മാറുന്നുണ്ട്. അങ്ങനെ പല മേഖലയിലും. മമ്മൂട്ടി ഒരു വക്കീലായിരുന്നു, ലോയർ ആയിരുന്നു, അദ്ദേഹം പിന്നീട് സിനിമാ നടനായി മാറുന്നുണ്ട്. പ്രൊഫസറായിട്ടുള്ള ജഗദീഷ് സിനിമാ നടനായി മാറുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ഈ ഒരു ആക്ടറെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്കുള്ള ഇന്റലിജൻസ് എന്ന് പറയുന്നത് അയാൾക്ക് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ വെർബൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടാവും. നമ്മളൊരു ലോയറെയാണ് എടുക്കുന്നെങ്കിൽ ഈ പറയുന്ന പോലെ അവർക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ വെർബൽ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടാവും, ലോജിക്കൽ ഇന്റലിജൻസ് ആയിരിക്കും. അങ്ങനെ ചില പ്രൊഫഷനുകൾക്ക് 2-3 ഇന്റലിജൻസ് കൂടി ചേർന്ന് വരേണ്ട സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഈ പറയുന്ന ഇന്റലിജൻസുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ പ്രൊഫഷൻ സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തിരിച്ചറിയാത്ത ഒരവസ്ഥയിലൂടെ പോയാൽ അത് നമ്മുടെ ജീവിതം ഒരിക്കലും രസകരവും സന്തോഷകരവും ആക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആദ്യമായി കരിയറിലേക്ക് പോകേണ്ട ആളുകൾ തിരിച്ചറിയേണ്ടത്. പണ്ടൊരു കോഴിക്കുഞ്ഞിന്റെ കൂടെ വളർന്നു വന്ന പരുന്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. പണ്ടൊരു കർഷകൻ കാട്ടിൽ നിന്നൊരു പരുന്തിൻ മുട്ട കിട്ടിയ സമയത്ത് വീട്ടിൽ തന്റെ കോഴിക്ക് അത് അടവെക്കുന്നുണ്ട്. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു പരുന്തും കുഞ്ഞ് വളർന്നു വരുന്നു. ആ പരുന്തും കുഞ്ഞിന് താൻ ആരാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നില്ല. അങ്ങനെ ആ പരുന്തിൻ കുഞ്ഞ് ഈ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ പെരുമാറുന്നു, അതിനെപ്പോലെ അവരോടൊപ്പം ജീവിച്ചു പോവുകയാണ്. പിന്നീട് വലിയൊരു പരുന്തിന്റെ അമ്മ വന്ന് പറയുന്നുണ്ട്, നീ പരുന്താണ്, നീ കോഴികളെ പോലെ വളരേണ്ടവനല്ല, നീ ആകാശത്തോളം ഉയർന്നു പറക്കേണ്ടവനാണ്, നീ ഇവിടെ ഇങ്ങനെ ഈ ചപ്പു ചവറുകൾക്കിടയിൽ ചികഞ്ഞു നടക്കേണ്ടവല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ പരുന്തിൻ കുഞ്ഞ് തന്റെ ചിറക് ഉപയോഗിച്ച് ആകാശത്തേക്ക് പറന്ന് ഉയർന്നു പോകുന്നത്. അപ്പോൾ ഈ രീതിയിൽ പരുന്തിനെ പോലെ നമ്മൾ കോഴിക്കുഞ്ഞാണെന്ന് കരുതി ജീവിതത്തെ ഒരിക്കലും നോക്കിക്കാണരുത്. അതിനപ്പുറത്തേക്ക് താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഏറ്റവും നമുക്ക് അനുയോജ്യമായ കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുക, നമുക്ക് അനുയോജ്യമായ കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുക. ഇതിനും അപ്പുറത്തേക്ക് ഇനിയും പറയാനുണ്ട്. മറ്റൊരു വർത്തമാനത്തിലൂടെ ഈ വിഷയത്തിലെ കൂടുതൽ കാര്യങ്ങൾ, പാഷനും പ്രൊഫഷനും വൊക്കേഷനും മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഈ ചാനൽ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഗുണകരമാണെന്ന് തോന്നുന്നവർക്ക് ഇത് പങ്കുവയ്ക്കാനും മറക്കരുത്. നിർദ്ദേശങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. മറ്റൊരു വർത്തമാനമായി വീണ്ടും കാണാം. താങ്ക്